ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. The Lord is my rock, my fortress, and my deliverer. My God is my rock in whom I take refuge, my shield and the horn of my salvation, my stronghold. Psalm 18:2. We begin with the sign of the cross. In the name of the Father, and of the Son, and of the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ആദ്യം മുതൽ എന്നേക്കും ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മ വിട്ടുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളില് നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയലിലെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നമ്മുടെ തലകളെ വണക്കി ധ്യാനിക്കാം. യേശു എന്ന ഏകനായ വഴിയും സത്യവും ജീവനുമാകുന്ന യഹോവയാം ദൈവം തമ്പുരാനെ, നിന്റെ വിശുദ്ധ നാമത്തില് നീ തന്ന എല്ലാ ജീവിത സൗഭാഗ്യങ്ങളിലും നിന്നുകൊണ്ട് നിന്നെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം 9:30 നടത്തുന്നതായ വിശുദ്ധ മറിയം വീടിന്റെ കീഴിൽ നടത്തുന്ന ഈ പ്രാർത്ഥനാ യോഗത്തെ നിന്റെ കരങ്ങളില് എന്നയോളം ഇതിനെ സഹായിച്ചവരെ നീ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു, നിന്റെ സാമീപ്യവും നിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവനും ശക്തിയും ബലവും കൊണ്ട് ഇത് കേൾക്കുന്നവര്, അറ്റൻഡ് ചെയ്യുന്നവര്, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം നിന്റെ നാമത്തില് നിന്നോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നീ ചെയ്തു തരുമെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനാ യോഗത്തെയും ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെയും പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാ മക്കളെയും സഹായിക്കുന്നവരെയും സമർപ്പിക്കുന്നു. നിന്റെ നാമമഹത്വത്തിനായി തന്നെ. ആമീൻ. Psalm 121, a song of ascents. I lift up my eyes to the hills. Where does my help come from? My help comes from the Lord, the maker of heaven and earth. He will not let your foot slip. He who watches over you will not slumber. Indeed, he who watches over Israel will neither sleep nor slumber. The Lord watches over you. The Lord is your shade at your right hand. The sun will not harm you by day, nor the moon by night. The Lord will keep you from all harm. He will watch over your life. The Lord will watch over your coming and going, both now and forevermore. Amen. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുമ്പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഈ ചെയ്തിയിൽ
ഇല്ല മറ്റെങ്ങും നിശ്ചയമായി തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ തന്നുയിർത്തന്ന ജീവനാഥൻ എന്നഭയം ഇന്നാൾ മുഴുവൻ ഒന്നിനും തന്നിടാമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ കാൽവരിനാഥൻ എന്റെ രക്ഷകൻ കല്ലറയ്ക്കുള്ളതൊന്നുമില്ല മൃത്യുവേ വെന്നാവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാവുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ. Let's pray. Lord God, creator of this universe, we praise you, we thank you, we adore you, we glorify your precious name. We thank you, Father, for bringing us together for yet another Saturday communion with you. We thank you for guiding us and leading us thus far, and we entreat you to continue to protect us under your wings. We submit all the inmates of the Marian home, the service providers, the supporters, the prayer warriors, the sponsors and donors into your hands. We are thankful, Lord, for all the work that's happening towards the construction of the palliative care and retreat center, and we are sure that you will enable us to open both these places on January 31st, 2025. We need sponsors, Lord, for the Madbaha, the prayer table, the church bell, the Evangelion table, 3 doors, Kuttuvilakku, baptism pond, Kalkurisha, benches, tiles, roof tiles, cables, and electrical fittings. We need 7.5 lakhs more for the lift fund too, Lord. Just as the disciples fished in vain, but got the net overflowing with fish when Jesus was by their side. Lord, we too come to you with humble hearts, seeking your blessings so that all our needs are fulfilled. Just as the flood
oil was always available to the widow who gave her last meal to Elijah. Lord, we pray that all the people who provide their might to this noble cause be blessed abundantly. We submit those who are physically supporting the daily activities for all the projects. Lord, we know that it's easier to provide financial support than to physically support the needs of the inmates there. We submit all those who are toiling day and night for the well-being of the inmates, those who are caring for the sick, etc. Strengthen their hands, their hearts, and minds, that they do it with a passion and that they may be blessed. Our prayers are endless, Lord, but you know our wants even before we ask. Hence, we submit all our projects and our every need into your mighty hands, Lord. Please bless us all. We ask this in your matchless name, Lord Jesus. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സെന്റ് മാർക്ക് ചാപ്റ്റർ 13 വേഴ്സസ് 30 to 37. ഇതൊക്കെയും സംഭവിച്ചോളം ഈ തലമുറ അഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുകയും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവിൻ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പീൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുമ്പോൾ നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായിക്കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കുവൻ. ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിക്കുവൻ. സ്നേഹമാണെന്ന് പറഞ്ഞു. യേശുവിൻ കരങ്ങളില് യേശുവെ നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിന്റെ മക്കളെ സമർപ്പിക്കുന്നു. നിന്റെ ജീവ വായിൽ നിന്ന് ഞങ്ങൾ കേൾക്കട്ടെ, ഞങ്ങൾ പറയട്ടെ. അങ്ങനെ നീ ഭൂമിയില് മനുഷ്യനായി അവതരിച്ച് സംഭവിച്ച അതേ കാര്യങ്ങള് ഇന്നും കർത്താവെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവവചനം ഇന്ന് വായിച്ചു കേട്ടത് മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. സെന്റ് മാർക്ക് ചാപ്റ്റർ 13 verses 32-37. 33 speaks like that, watch and pray. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം എല്ലാ മേഖലകളിലും, നമ്മുടെ പ്രവർത്തനങ്ങളിലും, നമ്മുടെ ചിന്തകളിലും, നമ്മുടെ ആലോചനകളിലും, നമ്മുടെ മറ്റുള്ളവരുടെ ബന്ധങ്ങളിലെല്ലാം ബി പ്രിപ്പയർഡ്, ബി വാച്ച്ഫുൾ ആൻഡ് ബി പ്രേ എന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയായിരുന്നു. യേശുവിൻ്റെ വരവിനെ പറ്റി പറയുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞിട്ട് എപ്പോഴാണ് യേശു രണ്ടാമത് വരുന്നത്, ഈ ലോകത്തിലെ ദുഃഖങ്ങളും കണ്ണുനീരുകളും മാറ്റുകയും ഈ ലോകത്തെ അനീതികൾക്ക് അന്ത്യം കുറിക്കുകയും എല്ലാ ദൈവവചനങ്ങൾക്കെതിരായി മാനസാന്തരപ്പെടാതെ പൈശാചിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് മരിച്ച മനുഷ്യന് വിധി കൽപ്പിക്കുകയും നന്മകൾ ചെയ്ത് യേശുവിൻ വചനം അനുസരിച്ചവർക്ക് അനുഗ്രഹീത സ്വർഗരാജ്യം, നിത്യരാജ്യവും ലഭിക്കുകയും ചെയ്യുന്ന നല്ല നാള് ഏത് എന്നാണ്. അത് ക്രിസ്തു പറയുന്നത് നിങ്ങൾക്കറിയേണ്ട കാര്യമല്ല. അത് എങ്ങനെയെന്നാല് ഒരു യജമാനൻ അവന്റെ വീട്ടുകാരോട്, വേലക്കാരോട്, ടേക്ക് കെയർ ഓഫ് ദ ഹൗസ്, ഐ വിൽ ഗോ ഫാർ അവേ ആൻഡ് കം ബാക്ക് എന്ന്. അപ്പോൾ വീട്ടിന്റെ യജമാനൻ എപ്പോഴാ വരുന്നെന്ന് അറിയില്ല. സന്ധ്യക്കാകാം, പാതിരാത്രിക്കാകാം, കോഴി കൂകുന്ന സമയത്താകാം, പ്രഭാതത്താകാം. എപ്പോ വന്നാലും നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങള് God understood, Jesus understood. He could see that we are in that path. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ച് ഉണർന്നിരിപ്പീൻ എന്ന് യേശു നമ്മളോട് പറയുന്നത്. ഇവിടുത്തെ
1912 ഏപ്രിൽ മാസം 15 എല്ലാവർക്കും അറിയാവുന്നതാണ് ടൈറ്റാനിക് കപ്പൽ അപകടം. അതായത് അന്ന് സഞ്ചരിച്ചതായ ഏറ്റവും വലുതായ മറിടൈം ലൈനർ ആയിരുന്നു ടൈറ്റാനിക് കപ്പൽ. അത് ഒരിക്കലും നശിക്കുകയില്ല എന്നോർത്താണ് സൗത്താംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര പുറപ്പെട്ടത്. കാനഡയുടെ സെന്റ് ജോൺസ് തുറമുഖത്തിന് അടുത്ത് വന്നപ്പോൾ മഞ്ഞു മലകള് മുട്ടി അത് തകരുകയാണ് ഉണ്ടായത്. വിത്തൗട്ട് പുവർ പ്രിപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് 2224 ആൾക്കാരായിരുന്നു അതിലുണ്ടായിരുന്നത്. 1500 പേരെയും രക്ഷപ്പെടാതെ കപ്പലിൽ മുങ്ങി. ഈ കപ്പലിന്റെ അടിയില് തണുത്ത് വിറച്ചതായ മഞ്ഞുമലകളില് ശവശരീരം താഴുകയാണ് ഉണ്ടായത്. അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത്, അഗെയിൻ ഐ റിപ്പീറ്റ് ഇറ്റ്, പുവർ പ്രിപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ്. നമ്മുടെ എല്ലാം ജീവിതത്തില് നമ്മളും ഈ കപ്പലാണ്. ഈ നൗക സഞ്ചരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തില് നമ്മുടേതായ പ്രവർത്തനങ്ങളില്, വർത്തമാനത്തില്, നമ്മുടെ ചിന്തകളില്, പണം ചെലവഴിക്കുന്ന കാര്യങ്ങളില്, കുടുംബ ബന്ധങ്ങളില്, അല്ലെങ്കിൽ ദേവാലയത്തിലുള്ള ബന്ധങ്ങളില്, ജോലി സ്ഥലത്തുള്ള ബന്ധങ്ങളിലെല്ലാം നമ്മൾ എപ്പോഴും we should be always watchful and prayerful, not fall into temptation, fall into the worldly things എന്നാണ് അച്ഛൻ ഇന്ന് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ ഓർക്കുകയാകുന്നു, this I conclude with that one person that traveling in a car with a fall jacket to give to the church. On the way, the വണ്ടി നിർത്തുന്നതായ സ്ഥലത്ത്, അതായത് സ്റ്റോപ്പ് ചെയ്യുന്നതായ സ്ഥലത്ത് റെഡ് സിഗ്നലില് വണ്ടി നിർത്തിയപ്പോൾ അതിരാവിലെ തണുക്കുന്ന ഒരു മനുഷ്യൻ വിറച്ച് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഡ്രൈവർ ലുക്ക് വെരി keenly and watchful what this man was. Very poor, couldn't walk properly, without any fall jacket, he was shivering. So instantly the Holy Spirit inspired. So this man reserved the jacket, fall jacket, not the church, but the people, those who suffered. Immediately that reserved for the church people, he took it and gave it to the man. Immediately the man took it and wore it. And he was so happy and thankful to the driver, those who gave the jacket. That I conclude this, that നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മുടെ കണ്ണും ചെവിയും നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നതിനെല്ലാം നമ്മൾ വി പ്രിപ്പയർഡ്. അവിടെയെല്ലാം നമ്മുടെ ആവശ്യങ്ങളുള്ള മേഖലകളിലെല്ലാം കൈത്താങ്ങൽ കൊടുക്കണം. 2 വസ്ത്രം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന വചനമാണ്. സോ ഐ അപ്രീഷിയേറ്റ് പൗലോസ്. He donated, yes, under construction a house. He was telling that, Acha, I got 2 houses. Why not I can spare one more house for the poor people? Thank you. I conclude that watch and pray continuously. May God bless you. Thank you. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൽ നിറഞ്ഞ സഹവാസവും സ്വന്തവും യേശു എന്ന ഏകനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പ്രാർത്ഥനയോ സംബന്ധിച്ചവരെ ആദ്യം തൊട്ട് ഇന്നേ വരെയും സഹായിക്കാനിരിക്കുന്നവരെ എല്ലാവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. തീരുമെന്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും, തീരുമെന്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും. ചേരും ഞാനെൻ പ്രിയതമന്റെ വീട്ടിൽ ചെന്നു ചേരും, ചേരും ഞാനെൻ പ്രിയതമന്റെ വീട്ടിൽ ചെന്നു ചേരും. ദൂരമധികമില്ലിനി, നേരമധികമില്ലിനി, ദൂരമധികമില്ലിനി, നേരമധികമില്ലിനി. കുരിശെടുത്തു പോകുമെൻ തീർത്ഥയാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. കുരിശെടുത്തു പോകുമെൻ തീർത്ഥയാത്ര
യാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ.